അപ്പുറത്തെ ചാലിലേക്ക് പോവാം. അവിടെ അങ്ങോട്ട് ഇവിടെ നിന്ന് വലക്കാർ ഇതുവഴി നടന്നു പോയി. നമ്മൾ ഈ പലവും പലയായിട്ട് നടന്ന് അവിടെ ചെന്ന് അവിടെ ഇച്ചിരി മീൻ കിട്ടി ഇങ്ങോട്ട് ചുമന്നുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. കിലോമീറ്റർ കണക്ക് നടക്കണം. നമ്മൾ നോക്കാൻ നേരത്ത് പാടത്തിൻ്റെ അപ്പുറത്തെ മോട്ടറുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ നേരെയല്ല, വരമ്പെന്ന് പറയുന്നത് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും എല്ലാം കിടക്കുക. നമ്മളാ ഒറ്റ വരപ്പൊക്കെ പോക്ക് പാടാം. അപ്പം നമ്മൾ വള്ളം ഓടിച്ച് കറങ്ങി നമ്മൾ അപ്പുറം പോകാൻ പോകട്ടെ. അപ്പം മാക്സിമം ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഹായ് ഫ്രണ്ട്സ്, പപ്പിയാണ്. അപ്പം നമ്മൾ പടിഞ്ഞാറച്ചാലി ഒരു വല വെച്ചായിരുന്നു കേട്ടോ. ഇതിൻ്റെ പടിഞ്ഞാറ് അറ്റ മോട്ടോറൊക്കെ നമ്മളൊരു വല വെച്ചായിരുന്നു. നമുക്ക് 6-7 കിലോ മീൻ കിട്ടി. അപ്പോൾ നമ്മൾ കിഴക്കേ തറക്കിപ്പം വന്നിരിക്കുക. അപ്പം നമ്മൾ നോക്കാനായിട്ട് അങ്ങോട്ട് പോകും. അപ്പം നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ ഒരു വല വെച്ചിട്ടുണ്ട് കേട്ടോ. ചൊട്ട ചെറിയ വരാലോ അല്ലേ? ചെറിയ വരാലോ അല്ലേ? ഞാൻ പടിഞ്ഞാറത്തറയിലായിരുന്നു. പോയില്ല, കുറച്ച് അവിടെ പ്രക്കാടുകാരുണ്ടായിരുന്നു. പ്രക്കാടുകാർ പണിത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നു. പിന്നെ ഇവിടെയൊക്കെ വലക്കാറുണ്ട്. 6-7 വലക്കാരൊക്കെ വീതം ഉണ്ടായിരുന്നു. അവിടെ ഒരു കുഴിക്കണ്ടമുണ്ട്. വരാലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഴിക്കണ്ടത്തിൽ കയറി വെച്ച് നേരെ ഈ ചാലിലേക്ക് ഇറങ്ങുന്ന അവിടുത്തെ ചാലിൽ അവിടെ ആരെങ്കിലും ചിലപ്പം രാവിലെ വെച്ച് കാണും. അവരും വെച്ചില്ലെങ്കിൽ നമുക്ക് ചിലപ്പം 2-3 കിലോ വരാൻ അവിടെ നിന്ന് കിട്ടും. നമ്മളിപ്പോഴില്ല, അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ വന്ന് നമ്മളിനി വടക്കോട്ട് പോയില്ല. അവിടെ വട്ടം ഒരു ചാലുണ്ട്. 350 വരാൽ ചിലപ്പം കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. നമ്മൾ രാവിലെ വെച്ച മോട്ടോർ ഇല്ലാതാകട്ടെ, ഇല്ല അങ്ങ് ഇല്ലാതാ. നമ്മൾ ഈ ചാലി വന്നിട്ടേ ഒരു ചെമ്പല്ലി കുഞ്ഞ് പോലും അനങ്ങുന്നില്ല കേട്ടോ. നാളെ നമ്മൾ ആ കള്ളിക്കായിരിക്കും വരുന്നത് കേട്ടോ. അപ്പുറം വെള്ളം പറ്റാറുണ്ട്. നാളെ നമ്മൾ അവിടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഒരു മോട്ടോർ ആയിരുന്നു. 1 ഇല്ല, അവിടെ ഒരു മോട്ടോർ ഉണ്ട്. 2 ഈ ഒരു മോട്ടോർ, 3 ഈ മോട്ടോർ ആയാലും വരാലിൻ്റെ പണി ഏകദേശം തീർന്നിരിക്കുക. ഇനിയിപ്പം തിരിച്ചു പോവുക. ഇതിൻ്റെ അപ്പുറത്ത് ശ്രീമൂലം പറ്റി അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ്. എന്നാലും അവിടെ കുഴി കിടപ്പുണ്ട്. നമുക്ക് ആ കുഴിക്കൊന്ന് പോയി നോക്കാം. എന്തായാലും വരാൽ മറിയുന്നുണ്ടെങ്കിൽ ഒരു തടവല ഇറക്കി നമുക്കൊന്ന് പണിത് നോക്കാം. ഒരു പറ്റുപാടത്തിൻ്റെ ചാലാണ് നോക്കിയാൽ, ഒരു കയ്പ പോലും മറിയാനില്ല. സാധാരണ വരാല എന്തെങ്കിലുമൊക്കെ മറിയൊക്കെ ചെയ്യുന്ന ഒന്നുമില്ലാണ്ട. നമ്മളിതിൻ്റെ കിഴക്കേ പാടത്ത് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വന്നത്. അപ്പം ഞാൻ വള്ളത്തെ കയറി വള്ളം സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോൾ നമ്മൾ ഈ മോട്ടർ ഓടിച്ചു. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. അപ്പം ഇത് ഒരുമാതിരി പറ്റും, തീർത്ത് വലിയത്തില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരുമാതിരി പറ്റുവാണെങ്കിൽ നമ്മളിൽ ആ വള്ളം കിടക്കുന്നതിൻ്റെ അവിടെയായിട്ട് നമുക്ക് ഒരു വല വെച്ചുകൊണ്ട് നമുക്ക് ഈ പറക്കുഴിയിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് നമുക്ക് ഇടിച്ച് തപ്പി നോക്കാം. ഒത്താ ചിലപ്പോൾ 2-3 കിലോ വരാൽ കിട്ടും. അപ്പോൾ അതങ്ങനെ 1/4 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു ഇത് പറ്റാനായിട്ട്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനിടയ്ക്ക് ആരെങ്കിലും വന്നാൽ പിന്നെ ടൈറ്റ് മത്സരമാകും. കാരണം ഈ പറക്കുഴി വെക്കാനായിട്ട് ആളിൻ്റെ ബഹളമായി. അതുകാരണം നമ്മൾ ഇവിടെ ഒന്ന് നോക്കാൻ വേണ്ടി ഉള്ള ഇരിപ്പാണ് ഇരിക്കുന്നത്. കിട്ടിയാലും ഇല്ലെങ്കിൽ ഇതൊന്ന് നോക്കണം. അരമണിക്കൂർ കൊണ്ട് അരയടി വെള്ളമേ പറ്റുള്ളൂ. പുറത്ത് ഈ മീനൊക്കെ വരും, പൊടിമീനൊക്കെ വരുന്നതിന് പൊടിമീനെ പിടിക്കാനായിട്ടാണ്. നീർക്കാക്ക കിടന്ന് മുങ്ങുന്നുണ്ട്, പിന്നെ കടൽക്കാക്കയും വന്ന് നിൽപ്പുണ്ട്.
ഉണ്ടോ? ആ വള്ളം വരുമ്പോൾ മിക്കവാറും ആ കാക്കയെല്ലാം കൂടെ പറക്കും, നമ്മളെ നീർക്കാക്കയെല്ലാം. ഇവിടുന്ന് പോയാൽ പിന്നെ വേറെ ഒക്കെ സ്ഥലമില്ല. അതാ പിന്നെ ഇവിടെ ഇരുന്നത്. ഓടുമല്ലേ ഇടക്കാലം നോക്കി വയ്ക്കും പോകാമെന്ന്. ഞാനപ്പുറം ശിവൻകുട്ടി സാറിൻ്റെ അവിടുത്തെ തറയില്ലേ, പടിഞ്ഞാറത്തറ, അവിടെ നോക്കിയായിരുന്നു. അവിടെ എല്ലാം കൂടെ 6-7 കിലോ മീൻ കിട്ടി, വരാലും ചെമ്പല്ലിയും കൂടെ. ഒറ്റക്കല്ലേ? എൻ്റെ സഹോദരനാ, എൻ്റെ ചേട്ടനാ. അച്ചാനെവിടെ? അച്ചാനാണ് ഈ മോട്ടർ ഓടുന്നത്? ആണോ? അച്ചാനെവിടെയോ? ഇവിടെ തന്നെ. നമ്മളെ സഹോദരൻ ശ്രീകുമാറേ രാവിലെ ഇവിടെ നോക്കി 5-8 കിലോ വരാല് കിട്ടിയെന്ന് അച്ചായൻ പറഞ്ഞു കേട്ടാ. അവനിവിടെ രാവിലെ നോക്കിയായിരുന്നു അല്ലേ അച്ചായ? അവന് 5-8 കിലോ വരാലുണ്ടായിരുന്നു രാവിലെ ഇവിടെ നോക്കിയിട്ട്. അവനിപ്പം പോയി കേട്ടാ. അവൻ പോയി. അവനെന്തൊക്കെ പറഞ്ഞു, ഇവിടെ വല അവൻ വെച്ചായിരുന്നെന്ന് പറഞ്ഞു. അവനിപ്പം പോയി. പോയിട്ടിപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ടാവും. നമ്മളെ വെള്ളം വിടാറായി കേട്ടാ. മോട്ടർ നിൽക്കാറായി. അപ്പം നമ്മൾ രാവിലെ ഒരു വല കൊടുത്തൊന്ന് നോക്കുക. നമ്മളെ രാവിലെ ഇങ്ങോട്ട് തപ്പി വന്ന് നോക്കണം, എങ്ങനെ ഉണ്ടെന്ന്, പരാല് വല്ലതും മുട്ടുന്നുണ്ടോന്ന് ഒന്നും നോക്കണം. നമ്മളെ ഇവിടെ ഒരു വല കൊടുത്തു വിട്ട, വല കുത്തിയിരിക്കും. ഇനിയിപ്പം പാറക്കുഴിയിൽ നിന്ന് ഇങ്ങോട്ട് തപ്പാൻ പോകും. കയറുവേട്ടാ പിടി, കയറ്. ഒരു കയറുണ്ടായിരുന്നു, അതാറും പൊങ്ങി വരുന്നില്ല. ലൈറ്റല്ല ക്യാമറ.
നമുക്ക് കിട്ടിയ വേനാട്ടെ പാറക്കുരു നോക്കിയിട്ട്. റജാലി പിന്നെ ഇടവരാല കൂടുതലും. എല്ലാം മരക്കുഞ്ഞാണ്, അത് കുഴപ്പമില്ലെന്ന്. എൻ്റെ തല പ്രശ്നം വരാക്കുഞ്ഞ്. നമുക്കിപ്പം കിട്ടിയ വരാത്. നമ്മൾ ഇവിടെ ഒരു വല കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം പൊക്കത്ത് നിന്നിട്ട് ഒന്ന് തട്ടാനായിട്ട് നമുക്കിപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ഇതൊന്ന് കിട്ടിയ വരാലെന്ന് ചെറിയ വരാൽ. നമുക്ക് 300-ൻ്റെ വരാൽ കൊടുക്കാനുണ്ട്, എന്നാൽ 250 കൊടുക്കേണ്ട വരാലുണ്ട്. തീരെ ചെറുതുമുണ്ട്, 200-നുള്ള വരാലും ഉണ്ട്. ഇപ്പം തീരെ ചെറുതാണ് ഈ ഓപ്പറേഷൻകാർ കൊണ്ടുപോകണം. അത് ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയുന്ന ചെറുതിനാ ഗുണം എന്നിങ്ങനെ പറയുന്നത്, അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ മേല. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ചെറുത് കൂടുതലും കൊണ്ടുപോകണത്, നമ്മളിപ്പോൾ 1 കിലോ ഉള്ള ഒരു വരാൽ കൊണ്ടുപോയാൽ ഒരു നേരമേ കറി വെക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ചെറുതൊരു 4 എണ്ണം അല്ലെങ്കിൽ ഒരു 5 എണ്ണം തൂങ്ങുന്ന വരാല കൊണ്ടുപോകണമെങ്കിൽ അല്ലാതെ 5 പ്രാവശ്യമായിട്ട് കറി വെച്ച് രോഗിക്ക് കൊടുക്കാം. അപ്പോൾ അതാണ് കൂടുതലും ചെറുത് മേടിക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാടിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എനിക്ക് ഈ ചെറിയ വരാലായാലും വലിയ വരാലും ഗുണമല്ല ഒരേ പോലെയായിട്ടേ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞങ്ങളെപ്പോലുള്ള മത്സ്യത്തൊഴിലാളികളുടെ ചിലപ്പം കച്ചവട തന്ത്രമായിരിക്കാം ഈ ചെറിയ വരാൽ വിറ്റ് പോകാനായിട്ട് ചെറുതാണ് ഗുണം എന്ന് പറയുന്നത്. അത് ഇതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ മേല കേട്ടോ. പിന്നെ എല്ലാവരും ചെറിയ വരാലുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അത് തന്നെ ഞങ്ങളും പാറ്റേണിൽ തന്നെ ഞങ്ങളും പോണു. ഓപ്പറേഷൻ വരാലെന്നും പറഞ്ഞുകൊണ്ട് ചെറിയ വരാൽ ഉള്ളപ്പോൾ നമ്മൾ ഓപ്പറേഷൻ വരാലാന്ന് നമ്മൾ വന്നു വിടുന്നത്. അപ്പോൾ നമ്മളിത് ഇനി മേളിലോട്ട് പോകണില്ല. നമ്മളെ വലയങ്ങ് താഴെ. എന്നാലും നമ്മളിത് ഈ ചാക്ക് വെച്ചിരിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് അവിടെ നിന്ന് തട്ടി ഇങ്ങോട്ട് വരാം. ഇപ്പം സമയം എന്താണെന്നറിയാൻ മേല. ഈ പാടത്തിപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാവരും പോയി കേട്ടോ. ഈ പാടത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മളിവിടുന്ന് അറിയണ്ട, ഇവിടുന്ന് മേലോട്ട് ഒന്നും കാണുന്നുണ്ട്. നമ്മളിവിടുന്ന് താഴത്തോട്ട് പോവുക. ഇവിടെ ഭയങ്കര കുണ്ടാണ്. വരാൽ എന്തായാലും താണാൽ നമുക്കറിയാൻ പറ്റും. പക്ഷെ ഒന്നും കണ്ടില്ല. ഈ കുറ്റിയുടെ സൈഡിലൊക്കെ സാധാരണ ഇരിക്കേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ഇടയ്ക്കൊരു രാവിലെ തൊട്ട് ഇത്തരം വരെ ഞാൻ 10ാമത്തെ വലയാണ് ഈ വെക്കുന്നത്. ഞാൻ 10ാമത്തെ വലയല്ല, ഈ സ്പോട്ടിൽ 10ാമത്തെ വലയായി. നമ്മൾ വല പറ്റിയായിട്ട് വൃത്തിയാക്കുക.
ഇനിയിപ്പം റോഡെ കൊണ്ടുപോയി ഇടാൻ പോകും. ഇത് പിന്നെ ഇത് അതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. പിന്നെ ഇപ്പം റോഡെ നമ്മുടെ സഹോദരൻ മാത്രം ഉള്ളെന്ന് തോന്നുന്നു, ശ്രീകുമാർ മാത്രം ഉള്ളെന്ന് തോന്നുന്നു കച്ചവടത്തിനാവും. ഇപ്പം മീൻ തീർന്നതാണ്. ഇപ്പം